ഈ പേടിപ്പിക്ക എന്നാ അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്ക. എന്നാലേ ഞമ്മക്ക് പണ്ട് പിരിയാ. അതൊരു നല്ല വർത്താനല്ലല്ലോ കുഞ്ഞാല, നിങ്ങൾ അവിടെ ഇരിക്കി. നല്ല വർത്താനായിരുന്നല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്. അതൊന്നും അലവിക്കുട്ടിനെ ചെവിക്കാത്തോണ്ട് കയറാൻ എന്താ ചെയ്യാ? ആ ഈ പറഞ്ഞത് അപ്പടി മുണങ്ങാനാണെങ്കിൽ പിന്നെന്തിനാ ഈ ചർച്ച? ഒരു ചർച്ച നടക്കുമ്പോ മധ്യസ്ഥം പറയണത് കുറെയൊക്കെ രണ്ടു കൂട്ടരും കേൾക്കാൻ തയ്യാറാകണം. അല്ലാതെ നിങ്ങളെ രണ്ടു കൂട്ടരെയും തറവാടിന്റെ പോലീസ പറയുന്നത് കേട്ടു കുത്തിരിക്കാൻ ഞാനൊരു മൊയന്തല്ല. കാര്യങ്ങള് നല്ല നിലക്ക് തീരണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ രണ്ടു കൂട്ടരും? അലവിക്കുട്ടിയെ, ഈ പ്രശ്നത്തിൽ നിങ്ങളെ ഭാഗത്ത് ന്യായമില്ലാന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഈ കുറച്ച് താന്ന് നിൽക്കേണ്ടി വരും. താന്ന് നിൽക്കണം എന്ന് പറഞ്ഞാല് മൂപ്പരെ കാലിന്റെ ചോട്ടിലിന്റെ തല കൊണ്ടുപോയി വെക്കണമെന്നോ? ഈ വിഷയത്തില് അത് വേണ്ടി വരും. മനസ്സിലായില്ല. പറഞ്ഞുതരാ. മൂപ്പരെ മകളെ തലാക്ക് അന്റെ മകനെ കൊണ്ട് നല്ല രീതിയിൽ വാങ്ങിക്കൊടുക്കുക, കൂട്ടത്തില് നഷ്ടപരിഹാരവും കൊടുക്കുക. എന്തിനാ നഷ്ടപരിഹാരം കൊടുക്കണത്? തലാക്ക് ചൊല്ലല് ഞങ്ങൾ ആവശ്യമല്ലല്ലോ, ഓന്റെ ആവശ്യല്ലേ. അപ്പൊ നഷ്ടപരിഹാരം ഓൻ ഞമ്മക്കല്ലേ തരണ്ടേ? തലാക്ക് ഓന്റെ ആവശ്യമായത് എങ്ങനെ? കള്ളും കഞ്ചാവും തോന്നിയാസായിട്ട് നടക്കണ എന്റെ മകനെ ഓന് മരുവനായി പറ്റാത്തോണ്ട്, അതല്ലേ സത്യം. അതുകൊണ്ട് അമ്മ അയിരി വർത്താനത്തിന് മെനക്കണ്ട. ഇന്റെ മോൻ കുടിയനാണെന്ന് കല്യാണം നിശ്ചയിക്കുമ്പോ എനിക്ക് അറിഞ്ഞൂടേനോ? പിന്നെന്താ ഒപ്പം വലിയ സൂചിയാണത്? ആ പെണ്ണ് കിട്ടിയാലെങ്കിലും കുടി നിർത്തിയോ നല്ലൊരു മനുഷ്യനാകുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ആ ഇന്റെ മോന്റെ കുടി നിർത്താൻ ഈ കാഴ്ച ത്യാഗം ഭയങ്കരം തന്നെ. രണ്ടാളും വർത്താനം നിർത്തി. ഓന്റെ മകന്റെ കുറ്റവും കുറവും ഈ അധികം പറയണ്ട. എനക്ക് ചേർന്ന മരുവനെ തന്നെ എനക്ക് കിട്ടിയത് എന്ന് കൂട്ടിയാ മതി. ആ ചരിത്രം വിടുന്ന കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട. ഇപ്പൊ ഈ ചർച്ച ഇവിടെ തീർക്കണോ വേണ്ടേന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണം. 2-2.5 മണിക്കൂറായി ഇവിടെ കുത്തിരുന്ന് നിങ്ങളെ ഈ തർക്കം കേൾക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയും. പറ്റുമെങ്കിൽ രണ്ടു കൂട്ടരും ഇത് അംഗീകരിക്കുക, അല്ലെങ്കിൽ പുറത്തേക്കാണ് ഇറങ്ങിയിട്ട് തമ്മിലാണ് തീർത്താ മതി. $150 പവൻ പണ്ടോ 3 ലക്ഷം ഉറുപ്പിയും കല്യാണ സമയത്ത് കിട്ടിയെന്ന് ഈ സമ്മതിക്കണില്ലേ? ആ പിന്നെ ബിസിനസ്സിനാണ് എന്നും മറ്റും പറഞ്ഞ് 5 ലക്ഷം കൂടി എനക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കുഞ്ഞാലിന്റെ വാദം. അതിനെപ്പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? ആ തന്നിട്ടുണ്ട്. അപ്പൊ ആകെ 150 പവനും 8 ലക്ഷം ഉറുപ്പിയും ഈ വീട്ടേണ്ട കടം തന്നെയാണ്. പിന്നെ നഷ്ടപരിഹാരം എന്നുള്ളവർക്ക് ഞാനൊരു സംഖ്യ പറയും. അത് കുറഞ്ഞു പോയി എന്ന് കുഞ്ഞാലിനും കൂടിപ്പോയി എന്ന് അലവിക്കുട്ടിക്കും തോന്നണ്ട. രണ്ടു കൂട്ടരും നല്ല നിലക്ക് പിരിയാൻ വേണ്ടി പറയാണ്. ഇപ്പറഞ്ഞ സംഖ്യക്ക് പുറമെ 7 ലക്ഷം കൂടി എന്ന് വെച്ചാ 150 പവനും 15 ലക്ഷവും അലവിക്കുട്ടി കുഞ്ഞാലിന് കൊടുത്ത് പെണ്ണിനെ തലാക്ക് ചെയ്യ. എന്തേ? മൗനം സമ്മതാന്ന് കണക്കാക്കി തൽക്കാലം ഞമ്മക്കട് പിരിയ. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, മൂപ്പര മോളെ തലാക്ക് ചെല്ലുമ്പോഴല്ലേ 15 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അതെ. എന്നാലേ മൂപ്പര മോളെ ഇന്റെ മോൻ തലാക്ക് ചെല്ലണില്ല എന്ന് വെച്ചാലോ? എന്റെ മോന്റെ കയ്യിൽ നിന്ന് എന്റെ മോളെ രക്ഷപ്പെടുത്താൻ തലാക്ക് തന്നെ വേണമെന്ന് ഈ കുഞ്ഞാളിൽ യാതൊരു നിർബന്ധമില്ല. പുതിയാപ്പള മരിച്ചാൽ പിന്നെ തലാക്കിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? പിന്നെ എനിക്ക് കിട്ടാനുള്ള കാശും നഷ്ടപരിഹാരവും അത് ഇപ്പോ ഇവിടെ പറഞ്ഞതിന്റെ ഇരട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ മാത്രമുള്ള വൃത്തികേടുകൾ ചെയ്യാൻ പാരമ്പര്യമായിട്ട് വളർന്നവരാ ഞങ്ങൾ തറവാട്ടുകാര്. പോരടാ. അലവിക്കുട്ടിയെ, കുഞ്ഞാലിന്റെ വർത്താനത്തില് ഒരു ചോരന്റെ മണുണ്ട്. സൂക്ഷിച്ചാ എനക്ക് നല്ലത്.